അതെ, ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് അധികാരത്തിൽ വരുന്നതിനേക്കാൾ ഉപരി ഈ ഒരു തെരഞ്ഞെടുപ്പുകൾ 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് വെക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. 2036 അവരുടെ ലക്ഷ്യമെങ്കിൽ പോലും ഈ ഒരു സമയത്തെ തന്നെ കഠിന പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അത് എത്രത്തോളം കേരളത്തിൽ അവർക്ക് സാധ്യമായിരിക്കും? കേരളത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം അവർക്ക് കിട്ടുമോ? ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കൊരു മിഷനറി ഉണ്ട്, ഇങ്ങനെ നിരന്തരം പ്രവർത്തിക്കുന്ന മിഷനറി. പിന്നെ പണത്തിന് ബുദ്ധിമുട്ടില്ല, അതെ, പൈസ കൊടുക്കാനും ആ കാര്യങ്ങൾക്ക് പോകാനും. കാരണം ഭരണ സംവിധാനത്തിൽ അങ്ങനെയാണ് പോകുന്നത്. അവരെ നിരന്തരം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ക്വാളിറ്റി ഉള്ളവരെക്കാൾ ഉപരി ക്വാളിറ്റി ഇല്ലാത്തവരെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് ചില വിഷയങ്ങൾ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ജനങ്ങളുടെ മുന്നിൽ വലിയ വിഷയങ്ങളായി വന്നിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥരുടെ, അതാണല്ലോ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ക്വാളിറ്റി ഇല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യുപകാരം എന്നുള്ളൊരു, അങ്ങനെയൊന്നും അല്ല ഒരു രാജ്യത്തിന്റെ ഒരു സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകണം പൊളിറ്റിക്കൽ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ലത് നല്ലതാണെന്ന് പറയാൻ കഴിയണം. ഇപ്പൊ പിണറായി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണെന്ന് പറയും, അതിനകത്തൊരു സംശയമില്ല. പക്ഷെ ഞാനിങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നത്, ഇപ്പം 10,000 രൂപ കൊടുക്കേണ്ടടുത്ത് 1000 രൂപ കൊടുത്തു, അപ്പൊ എന്തോ കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ അവിടെ വോട്ട് ചെയ്യും എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ പോകുന്ന ആളുകൾ അത് മനസ്സിലാക്കാൻ നല്ലതാണ്. അതേ കണക്കിന് 10,000 രൂപ കൊടുക്കാനുള്ളതിൽ ഒരു 5,000, 6,000, 8,000 കൊടുത്തിട്ട് 2,000 രൂപ പിന്നെ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കും. അരിയർ ഒരാൾക്ക് 3 ലക്ഷം രൂപ വരെ 3.5 ലക്ഷം രൂപ വരെയൊക്കെ അരിയർ കിട്ടേണ്ട ജീവനക്കാരുണ്ട്, ഒരു പൈസയും കൊടുത്തിട്ടില്ല. പിന്നെ പറയുന്നത് ഇവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ക്രൈസിസിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മിതവ്യയം എന്ന് പറയുന്ന ഒരു സംഭവം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? കുറെ അധികം അനധികൃതമായി ചെലവ് വന്നിട്ടുണ്ട്. സ്വയം ഫെയിമിന് വേണ്ടിയും, അല്ലെങ്കിൽ ഇങ്ങനെ 100 ദിവസത്തെ ആഘോഷം, 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ പണമല്ല ഇത്. ആഘോഷിക്കാൻ മാത്രം ഒന്നും, വലിയ ആഘോഷത്തിന് ഉത്സവത്തിനുള്ളതൊന്നും ഞാൻ പരിശോധിച്ചിട്ട് കാണുന്നില്ല. പിണറായി സർക്കാരിനെ സംബന്ധിച്ച് തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒരു പാർട്ടി, അല്ലെങ്കിൽ തൊഴിലാളികളുടെ പാർട്ടി എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു നീക്കം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുതലാളിത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പൂർണ്ണമായും മുതലാളിത്ത വർഗത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായി പിണറായി സർക്കാർ മാറിയതാണ് ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളാണ് ഇപ്പോൾ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെയും പിണറായി സർക്കാർ എന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോൾ പോലും എല്ലാം തന്നെ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഒതുങ്ങിയത് കൊണ്ടല്ലേ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഒരുപക്ഷെ പാർട്ടി ഒട്ടാകെയുള്ള തീരുമാനം എടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായം നോക്കി മാനിച്ചുകൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും പിണറായി വിജയൻ എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങുമ്പോഴല്ലേ ഇത്രത്തോളം വിഷയം വരുന്നത്? ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ഏകാധിപത്യം നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അപ്പോൾ ഒരു ഏകാധിപത്യ സംവിധാനമാണ്. മറ്റു മിനിസ്റ്റർമാർക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ട്? എല്ലാത്തിലും ഒരൊറ്റയാളുടെ വാക്കില്, അദ്ദേഹം നിർദ്ദേശിക്കുന്നയാള്, അദ്ദേഹം സെലക്ട് ചെയ്യുന്ന മന്ത്രിമാര്, പാർട്ടിയേക്കാൾ ഉപരി പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം വളർന്നു എന്നുള്ളതാണ് കാണുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടല്ലോ പല സന്ദർഭങ്ങളിൽ, ഇത്ര ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചട്ടെ, ഈ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള ആഗ്രഹം എല്ലാവരുടെ മനസ്സിലും കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം ഈ KPSCയുടെ നാടകം, അതുപോലെ തന്നെ സാംബശിവന്റെ കഥാപ്രസംഗം, ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ജനവികാരം വല്ലാതെ. കാരണം ഒരു കാലഘട്ടത്തിലെ ഒരു ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഒരു കമ്മ്യൂണിസത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് തന്നെ ഇവിടുന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ആ ലെവലിൽ നിന്നും നായനാരൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോയവരാ. അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റുകാരന് കോൺഗ്രസിന്റെ കൂടെ സപ്പോർട്ടോടുകൂടി ഭരിച്ചപ്പോഴും ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വേണ്ട, അതിനുശേഷം വന്ന ആരും ആയിക്കൊള്ളട്ടെ, ഓരോ എടുത്തെടുത്ത് നോക്കി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറ്റങ്ങളും കുറവുകളും കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ PK വാസുദേവൻ നായർ CPI ആണ്, സംഭവിച്ചു. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ലാളിത്യം ചെലവ് ചുരുക്കിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് PK വാസുദേവൻ നായർ ഒരു കായംകുളത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക രാത്രിയിൽ ഒരു ദിവസം. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്, കയ്യില് ഒരു ബാഗുണ്ട്, പുള്ളിയായി ഇങ്ങനെ ക്യൂവിൽ നിന്ന് ഇടിക്കുവാണ് മുൻ മുഖ്യമന്ത്രി.
അപ്പൊ ഞാൻ ഇടിച്ച് വണ്ടി കയറാൻ നോക്കുക, നല്ല തിരക്കാ. അപ്പൊ ഞാനും അവിടെ നിന്നുള്ള ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, PKB അല്ലേ ഇത്, കയറ്റി വിടുന്നവർ. എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നായനാര് വളരെ രസികനായ അദ്ദേഹം ഏറ്റവും നല്ലൊരു ഒരു ഒരു ഭരണാധിപനായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കരുണാകരനോട് പെരുമാറിയിട്ടില്ല. അവർ തമ്മിൽ നല്ലൊരു മാന്യമായ പൊരുത്തമൊക്കെ ഉണ്ട്. അവർ എതിർക്കും പാർട്ടി, രണ്ടു കൂട്ടരും പാർട്ടിയെ വളർത്താൻ നോക്കി. രണ്ടുപേരും അവരുടേതായ രീതിയിൽ. അതിനകത്ത് ശത്രുതയുടെയോ അനാവശ്യ ചെലവുകളോ ദുർച്ചെലവുകളോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാനൊന്നും ഞാൻ പരിശോധിച്ചിട്ട് ചരിത്രം നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് പണച്ചെലവ്, ദുർച്ചെലവുകൾ കൂടുന്നുണ്ട് എന്നും നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമ്മൾ ചെലവാക്കുന്നു എന്നുള്ളതും തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത നമ്മൾ വീണ്ടും വീണ്ടും കടം വാങ്ങുന്നു എന്നുള്ളതും 10 രൂപ കൊടുക്കാനുള്ളിടത്ത് 1000 രൂപ കൊടുത്തിട്ട് കയ്യടി വാങ്ങാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും കടം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആർക്കും എതിരായിട്ട് പറഞ്ഞല്ല, എൻ്റെ കാഴ്ചപ്പാട്. എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ കോൺഗ്രസ് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളോ അതല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഇത് തന്നെ പറയുള്ളൂ. ഞാൻ ആ 30% കാര്യം പറഞ്ഞല്ലോ, അവരാണ് BJPക്കും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചു, അതിനും കുഴപ്പമൊന്നുമില്ല. അതൊരു നിഷ്പക്ഷമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതവിടെ ഞാൻ പറഞ്ഞത്. കണ്ടിട്ട് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നുണ്ട്. പോട്ടെ 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 പോട്ടെ, എവിടം വരെ എത്തും? അവസാനം കടലിന്റെ വക്കിൽ ചെന്ന് എടുത്ത് ചാടേണ്ടി വരും അങ്ങോട്ട്. അതോടുകൂടി മുങ്ങിച്ചാവും. അതാണ് സ്ഥിതി. ഫിനാൻഷ്യൽ ക്രൈസിസ് അതുപോലെയാണ്. ഇപ്പോ നമ്മൾ ഇടതുപക്ഷത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചിരുന്നു തുടക്കത്തില് BJP എന്തായിരിക്കും ഇനി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ BJP എത്രത്തോളം ആയിരിക്കും കേരളത്തിൽ ഇനി അധികാരത്തിൽ വരാൻ സാധ്യത എന്ന് ചോദിച്ചിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ CPM എത്രത്തോളം ഭരണവിരുദ്ധതയുള്ളത് കൊണ്ട് തന്നെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം ആളുകളുണ്ട്. പക്ഷെ അപ്പോൾ പോലും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം എന്ന് തീർത്തും പറയുന്ന ജനങ്ങളുടെ എണ്ണവും കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആരധികാരത്തിൽ വന്നാൽ ഒരുപോലെ ആയിരിക്കും. BJP അധികാരത്തിൽ വന്നാൽ മറ്റൊരു മാറ്റം, ഈ പറയുന്ന ഇടത് വലത് എന്നതിൽ നിന്നും മാറി മറ്റൊരു മുന്നണിയായിട്ട് വന്നാൽ അത് നല്ലതായിരിക്കുമെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? BJP അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ ഇപ്പോൾ എനിക്ക് വിശ്വാസമില്ല. BJP അധികാരത്തിൽ വരുന്ന ഒരു കാര്യം അതിപ്പോ ചിന്തിക്കുകയേ വേണ്ട. കാലങ്ങൾക്ക് ശേഷം എന്ത് വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ രണ്ട് മുന്നണി എന്ന നിലയിൽ ഇടതുപക്ഷവും അതുപോലെ വലതുപക്ഷവും LDF UDF. പിന്നെ LDFനെ ഒന്നും കൂടി ഭരണത്തിലേറ്റാൻ BJP എത്രമാത്രം കരുക്കൾ നീക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പൊ കോൺഗ്രസ് ഒരു പ്രാവശ്യം കൂടി പരാജയപ്പെട്ട് കണ്ടാൽ അതിന്റെ വിജയം ഇടതുപക്ഷത്തിനേക്കാൾ ഉപരി BJPക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഇനിയൊരു തവണ കൂടി പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ തന്നെ മൂന്നാമത്തെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ കേരളത്തിൽ അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പ്രസ്ഥാനമേ ഇല്ലാതായി പോകത്തില്ലേ? കാരണം ഇപ്പോൾ തന്നെ ഭരണവിരുദ്ധത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്ന് പറയേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു തവണ കൂടി തുടർ ഭരണത്തിലേക്ക് വന്നാൽ കേരളം മുച്ചൂട് മുടിയുന്ന രീതിയിലേക്ക് പോയില്ലേ കാര്യങ്ങൾ? അതായത് വീണ്ടും ഒരിക്കൽ കൂടി ഭരണത്തിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എൻ്റെ ഉറച്ച വിശ്വാസമാണ്. കാരണം ഇത്രമാത്രം ജനങ്ങള് ബുദ്ധിമുട്ടും അതുപോലെ മറ്റു വിഷമങ്ങളും ഒക്കെ സഹിച്ച മുന്നോട്ട് പോകുന്നു. അതിനുള്ള ഒന്നാമത് വന്നു, രണ്ടാം വട്ടം വന്നു, പോട്ടെ, മൂന്നാമതൊന്നിനൂടെയുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ ജനാധിപത്യമാണല്ലോ. ജനാധിപത്യത്തിൽ വേറൊരു കാര്യം ഈ പറഞ്ഞ രീതിയിൽ BJPയും ഇടതുപക്ഷവും കൂടി ചേർന്ന് അവരൊരു മുന്നണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയാൻ പറ്റും. ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരൊന്നും അല്ല BJP ആയിട്ട് മുന്നണി ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു എന്തിനാ അത് ഒന്നും വേണ്ട, ഇവരെ ഒന്ന് താഴെ ഇറക്കണം എന്ന് കോൺഗ്രസ് ഒരു തവണയും കൂടെ പുറത്തിറക്കണം എന്ന് അവർ വിചാരിച്ചാൽ അവർ രണ്ടുപേരോട് ചേർന്ന് കഴിയുമ്പോഴുള്ള ഒരു എങ്ങനെയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എങ്കിലും എന്റെ വിശ്വാസം അങ്ങനെ വന്നാൽ ജനങ്ങളത് പുച്ഛത്തോടുകൂടി തള്ളിക്കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് മൂന്ന് ഐഡന്റിറ്റിയാണ്. BJPയുടെ ഐഡന്റിറ്റി അല്ല ഇടതുപക്ഷത്തിന്, ഇവരുടെ രണ്ടുപേരുടെ ഐഡന്റിറ്റി അല്ല UDFനുള്ളത്. അപ്പൊ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ ജനമധ്യത്തിലേക്ക് എത്തിച്ചാൽ, ജനങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായി എത്തിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് വിഷയങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മളത് ദിവസവും പത്രം എടുത്ത് വായിച്ച പോരെ. കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലത്തെ പത്രമാധ്യമങ്ങൾ എടുത്ത്, അതുപോലെ നിങ്ങളെപ്പോലെയുള്ള മീഡിയ അത് ചെയ്തിരിക്കുന്നതും എടുത്തൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളുടെ വിഷയങ്ങളാണ്. അതിലൊക്കെ എല്ലായിടത്തും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഭരണത്തിന്റെ ആ ഒരു ഇത് മുന്നോട്ട് പോകുമ്പോഴും അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ
കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. ഒരു വ്യക്തി പറയുന്നതിനപ്പുറം അവിടെ നടക്കുക. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വ്യക്തികളെല്ലാം ഓരോ പ്രസ്ഥാനം പോലെ സംസാരിക്കാൻ തുടങ്ങും. അതും അത്ര ഗുണകരമൊന്നുമല്ല. പക്ഷേ കോൺഗ്രസിന് ജനാധിപത്യം ഉള്ളതുകൊണ്ടും ഇതിനു മുമ്പും കോൺഗ്രസിൽ പല ഗ്രൂപ്പുകളും പലതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ ഇരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഇവിടെ ഈ പറഞ്ഞ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇവർ തമ്മിൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയും, ഐ ഗ്രൂപ്പ് എന്ന് എ ഗ്രൂപ്പ് എന്ന്. പക്ഷെ ഇവർ തമ്മിലൊരു ശണ്ട കൂടിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർക്ക് അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ സമന്വയം ഉണ്ടാവുമായിരുന്നു. മനസ്സിലായില്ലേ? അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പറയുന്നത് ഇവിടെ ഇപ്പം അഭിപ്രായങ്ങൾ പലരും പറയും. ഇപ്പൊ ഒരു നേതാവ് പറയുന്നതിന് വ്യത്യസ്തമായിട്ട് വേറെ ആൾ പറഞ്ഞ കോൺഗ്രസിൽ ആ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടൊരു വിഷയം വന്നു കഴിയുമ്പം ഇവർ ഒന്നായിട്ട് തന്നെ നിൽക്കും. അപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് കണ്ടു ഇതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ് നമ്മൾ പെരുപ്പിച്ചു കൊണ്ടുപോകുന്നല്ലാതെ കോൺഗ്രസിനുള്ളിൽ യൂണിറ്റി ഇല്ല എന്നൊന്നും പറയണ്ട. യൂണിറ്റി ഉണ്ടാവും. കാരണം ഓരോരുത്തരുടെ നിലനിൽപ്പിന്റെ കാര്യം അത് പാർട്ടിയുടെ മാത്രമല്ല, വ്യക്തികളുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാലല്ലേ ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാർത്തകളൊക്കെ വരും, ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. അതിലൊന്നും കോൺഗ്രസിന് ഒരു ലെവലിൽ പുറകോട്ട്. ഇത് ജനങ്ങളിൽ അത് കണ്ടമാനം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് യോജിപ്പില്ലല്ലോ, നിങ്ങൾ തമ്മിൽ യോജിപ്പില്ലല്ലോ അത് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പൊ അവരും വന്നാലും നിങ്ങൾ വന്നാലും എന്നൊക്കെ ചോദിച്ചില്ല ഇടയ്ക്കിടെ. അത് അങ്ങനെ ചിന്തിക്കുന്ന ഈ രീതിയിൽ മീഡിയകളിലൂടെയൊക്കെ ഇങ്ങനെ ചില ന്യൂസുകൾ വരുന്ന എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അത് സ്വതന്ത്രമായിട്ട് പറഞ്ഞതായിരിക്കും. വേറൊരാള് ഇവിടെ ചോദിക്കാതെ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയില് അത്രമാത്രം സ്വാതന്ത്ര്യം. അതല്ലേ ശശി തരൂരിന്റെ കാര്യം പോലും ചോദിച്ചത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കില്ലല്ലോ. ഒരാളും പറയില്ലേ. എന്തൊക്കെ പറയുന്നുണ്ട് അത് മുഴുവൻ ശരിയാണെന്ന് ബാക്കിയുള്ള അണികളും അതുപോലെ ഈ മീഡിയയുടെ മുന്നിൽ വരുന്നവരും പറയുള്ളൂ. പാർട്ടി പറയുന്നതിനപ്പുറം ഒന്നുമില്ല. ഇതങ്ങനെയല്ല. ഇതിപ്പോ 4 കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് ഇന്റർവ്യൂ നടത്തും, 4 പേരും 4 കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തരും. പക്ഷെ ഇവര് തമ്മിൽ അടിയുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അവർ ശീലിച്ചു വന്ന പാർട്ടി സംവിധാനം അങ്ങനെ ആയതുകൊണ്ടും ജനാധിപത്യപരമായിട്ട് അവർ പറയുന്നേ ഉള്ളൂ. അല്ലാതെ അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഒരു ദൂഷ്യവും ചെയ്യില്ല. നാളുകളിൽ നിന്ന് മാറ്റം വരും. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കും. നമ്മളെടുത്തു പാലക്കാടാണെങ്കിലും ഈ പറഞ്ഞ ഇലക്ഷൻ നടക്കുന്ന ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആയിക്കോട്ടെ, തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്ന സമയം ആയിക്കോട്ടെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടില്ലായിരുന്നു. ഒരാളും അവിടെ അപശബ്ദം എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടായിട്ടില്ല. അപ്പൊ ആവശ്യം വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ആയിക്കൊള്ളും. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഈ കോൺഗ്രസിനെ ഇനി കയറ്റാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം. അതിന് എന്താ ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള വർക്കുകൾ ഈ പറഞ്ഞ വേറെ നടക്കുന്നുണ്ടാവും. അതിന് ജനങ്ങൾക്ക് മനസ്സിലാക്കി ജനങ്ങൾ ഒരു ഉചിതമായ തീരുമാനം അവിടെ എടുക്കും. അത് UDF-നും കോൺഗ്രസിനും അനുകൂലമായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത്രയൊക്കെ പറയുമ്പോൾ പോലും ഇപ്പൊ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ ഉറച്ച നിലപാടുകൾ കോൺഗ്രസിന് വലിയ മുന്നേറ്റം തന്നെയായിരുന്നു കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടുകൾ, ഉറച്ച നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെല്ലാം പിഴച്ചു തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതോടുകൂടിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങളും പാർട്ടി രാഹുലിനെ ഇപ്പോൾ മാറ്റി നിർത്തുന്ന രീതി, പാർട്ടിയേക്കാൾ ഉപരി VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കില്ലേ? അത് പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കില്ല. കാരണം കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത് യുനാനിമസ് ആയിട്ട് എടുത്ത തീരുമാനമാണ്. അത് പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കില്ല. പക്ഷെ അത് അങ്ങനെ പറഞ്ഞ് ആ രീതിയിൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടിക്ക് അതൊരു ക്ഷീണമൊന്നും വരില്ല. പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചെടുക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം കാലം അങ്ങനെയാ തെളിയിച്ചിരിക്കുന്നത്. ബദൽ സംവിധാനങ്ങൾ പലതും വന്നിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ. എത്രയോ ആളുകൾ ഇലക്ഷൻ സമയത്ത് റിബൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിന്ന് അവരെ ഈ പറഞ്ഞ 6 വർഷത്തേക്ക് മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അവരെ എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് എന്ന് പറയുന്നത് ഉന്നത പാർട്ടി ലെവലിൽ എടുക്കേണ്ട, ഞാനൊരു ആൻസർ പറയേണ്ട ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളെന്നുള്ള രീതിയിൽ പറയേണ്ടതല്ല അതിന്. അതുകൊണ്ട് അത് പാർട്ടി നേതൃത്വം എല്ലാം ഈ പറയുന്ന രീതിയിൽ കൂട്ടിച്ചേർന്ന് വരുമ്പോഴേ 5 വിരൽ ഒരുമിച്ച് പിടിക്കുമ്പോൾ ശക്തി ഉണ്ടാവും. ഈ 5 വിരലും ഉണ്ട്, അത് കൂട്ടിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാവുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ പലരും പല ശബ്ദം അവിടുന്ന് കേട്ടു ഇവിടുന്ന് കേട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ആര് വരുന്നു എന്നുള്ളതിലുപരി എങ്ങനെ ഭരണം പിടിക്കാമെന്നുള്ളതാണ്. അതാണ് വരുന്നത്, അതാണ് ഉണ്ടാകുന്നത്. അത് അവരുടേതായ രീതിയിൽ സ്ട്രാറ്റജി നോക്കും. ഇടതുപക്ഷത്തിന് അവർക്ക് അവരുടേതായ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും പല കീ പൊസിഷനിലും അവരുടെ ആളുകളെ ഇവർ വെച്ചിട്ടുണ്ട്.
എല്ലാ സ്ഥലങ്ങളിലും വീടുകൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരുടെ പാർട്ടിയെ വളർത്തത്തക്ക രീതിയിൽ കഴിഞ്ഞ 8-9 വർഷക്കാലം അവർ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അനുകൂലമായി നിൽക്കുന്ന കുറെ ആളുകളുണ്ടാവും, സ്ഥിരമായിട്ടുള്ളവർ, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതിനെ അതിജീവിക്കാനും ഈ പറയുന്ന ഭരണത്തെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് കാണാൻ ഞാൻ പറയുന്നത്. ഒരു 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 മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരെ വ്യക്തിപരമായിട്ടോ അധിക്ഷേപിക്കുന്ന അർത്ഥമില്ല. ഈ കഴിഞ്ഞ ഭരണത്തെ മൊത്തം എടുത്ത് പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി മുതൽ ഉള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ച് ഭരണ പ്രക്രിയയെ ശരിക്കും ഒന്ന് ചിന്തിച്ച് അതെങ്ങനെയായിരുന്നു വിലയിരുത്തിയിട്ട് വോട്ട് ചെയ്യുന്നൊരു സംവിധാനം വന്നാൽ ഇടതുപക്ഷം മുന്നോട്ട് ഭരണം കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.